ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അധികം ചേരുവകളൊന്നും ഇല്ല, 2-3 ചേരുവകൾ കൊണ്ട് വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒരു ലൈക്ക് തന്നിട്ട് വേണേ ഒന്ന് കണ്ടു നോക്കാനായിട്ട്. അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പാത്രത്തിൽ 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും ആയെന്ന് വിചാരിച്ചാൽ ഇത് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് തന്നെ വെള്ളം അത് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വിസ്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ കലക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത്. ഇപ്പം ഞാനിവിടെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം. ഇതാ അപ്പോൾ ഞാനങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്, അത് ഒഴിച്ച് കൊടുക്കാം. 3/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് പൊടിക്ക്. ഇനി ഒരു കോഴിമുട്ടയും ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം. മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കലക്കിയെടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, ഞാനിപ്പോൾ നല്ല രീതിയിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഇതിനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചാൽ നല്ലവണ്ണം പുഴുങ്ങി പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. പുഴുങ്ങാനിടുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ആക്കാനും പറ്റും. പോരാത്തതിന് എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ചിരണ്ടിയെടുക്കാം. അപ്പോൾ നല്ല നേരിയതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ ഉടച്ച് കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങ് ചെരിഞ്ചെടുത്താൽ, അതില്ലെങ്കിൽ ഒന്ന് കൈവച്ചിട്ട് നല്ലവണ്ണം ഉടച്ചെടുത്താലും മതി. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 2 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 3 സ്പൂൺ വരെ ആവാം. പിന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പഞ്ചസാര എല്ലായിടത്തും ആകുന്ന വിധത്തിൽ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. നിങ്ങൾ പഞ്ചസാര നല്ല തടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ പൊടിച്ച പോലത്തുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ അങ്ങനെ തന്നെ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ്. അതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്റർ ഉണ്ടല്ലോ, അതെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതൊന്നും കൂടി കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ആ സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്, അതിന് നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആ സൈഡും നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം സൈഡിലോട്ടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് നെയ്യ് ഒഴിച്ച് കൊടുത്താലും. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിങ്ങനെ ഒന്നെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അപ്പോൾ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഈ ദോശയുടെ പരുവമാണ്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, നല്ല ക്രീമി രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് നീട്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണമെന്ന് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ ഉരുളക്കിഴങ്ങിലാണ് ആക്കിയിട്ടുള്ളത്. 1/2 കപ്പ് പൊടിക്ക്. നിങ്ങൾക്ക് 1 കപ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ഇതിൽ നിന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ
നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. തീർച്ചയായും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അങ്ങനെ ബാക്കിയുള്ള ബാറ്ററും ഫില്ലിങ്ങും വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ക്രീം വെച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇതിന് നല്ല രീതിയിൽ ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാനങ്ങനെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലിട്ടിട്ടുണ്ടായിരുന്ന പേരുകൾ പറയാം. സബീന സിറാജ്, ഷമൂസ് ചാവക്കാട്, ഇവർക്കൊക്കെ ഒത്തിരി ടാക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ നിങ്ങളുടെ പേര് പറയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ അടുത്തുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ.